ഈ ഹറാമും ഈ വൃത്തികേടുകളും ഈ തോന്നിവാസങ്ങളും ഒക്കെയാണ് ഇപ്പോഴും നമ്മൾ പതിവാക്കുന്നതെങ്കിൽ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോട് പറഞ്ഞ ഒരു കൂട്ടത്തെക്കുറിച്ചാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ റിവായത്ത് ചെയ്യുന്നു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സലാസത്തുൻ ഖദ് ഹറമ അല്ലാഹു അലൈഹിമുൽ ജന്ന, മൂന്നാളുകൾ അല്ലാഹു അവർക്ക് സ്വർഗ്ഗലോകം ഹറാമാക്കിയിരിക്കുന്നു എന്നാണ്. ഒരാൾ മുദ്മിനുൽ ഖംർ, മുഴുക്കുടിയൻ. അതുപോലെ രണ്ടാമത്തെ ആൾ വൽ ആഖ്, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവനാണ്. ഇവന് സ്വർഗം നിഷിദ്ധമാണ്. മറ്റൊരു റിവായത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം അവരിലേക്ക് ഉണ്ടാവില്ല എന്നാണ്. മൂന്നാമത് കാണാം വദ്ദയ്യൂസ്, വദ്ദയ്യൂസ് അല്ലദീ യുഖിറു ഫീ അഹ്ലിഹിൽ ഖുബൂസ. ദയ്യൂസ് ആണ് അവൻ. ആരാണ് ദയ്യൂസ്? കുടുംബത്തിൽ വൃത്തികേടുകൾ, ഹീനത പതിവാക്കാൻ കൂട്ടുനിൽക്കുന്ന കുടുംബനാഥൻ. ദിയാസ എന്ന് പറഞ്ഞാൽ കുടുംബത്തെ വേണ്ടാവൃത്തിക്ക്, ഫാഹിഷത്തിന്, വ്യഭിചാരത്തിന് കൂട്ടിക്കൊടുക്കുന്ന, നമ്മൾ കൂട്ടിക്കൊടുക്കുന്ന പറയും മലയാളത്തിൽ. അതാണ് ശരിക്കും ദിയാസ. അല്ലെങ്കിൽ ആധുനികമായി ഈ ദിയാസയുടെ ചില പുതിയൊരു വേർഷൻസ്. അതെന്താണ്? കുടുംബത്തിലെ സ്ത്രീകൾ അന്യപുരുഷന്മാരുമായി ഒഴിഞ്ഞിരിക്കുന്നതും തനിച്ച് യാത്ര ചെയ്യുന്നതും, പ്രത്യേകിച്ച് ഇസ്ലാമിക വസ്ത്രധാരണമില്ലാതെ യാത്ര ചെയ്യുന്നതുമൊക്കെ അനുവദിച്ചു കൊടുക്കുക. അതിലൊന്നും യാതൊരു പ്രയാസവും, ഒരു മാനസികമായ ഒരു കുത്തും അനുഭവപ്പെടാത്തൊരു ഭർത്താവ്. അത് മാത്രമല്ല, വീട്ടുവളപ്പിലേക്ക് തോന്നിവാസങ്ങൾ, അവനവന്റെ പുരയിടത്തിലേക്ക് വൃത്തികേടുകളൊക്കെ അനുവദിച്ചു കൊടുക്കുന്നവരാണ്. ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് വിഷയത്തിൽ ചോദിക്കുമ്പോൾ അദ്ദേഹം കൊടുക്കുന്നൊരു ഫത്വ ഉണ്ട്. അദ്ദേഹം ഈ ദിയാസയുടെ ആധുനിക രൂപങ്ങളെ വിശദീകരിക്കുന്നുണ്ട്. സംഗീത സദസ്സുകൾ അല്ലെങ്കിൽ സംഗീതം ശ്രവിക്കുന്ന ഒരവസ്ഥ, ഹറാമായ പാട്ടുകൾ കേൾക്കുന്ന ഒരവസ്ഥ വിശേഷം, വൃത്തികേടുകളെ അനുവദിച്ചു കൊടുക്കുന്ന ഒരു ഭർത്താവ്. ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് പഴയകാലത്തെ ദിയാസ അല്ലെങ്കിൽ പോലും ആ ദിയാസയിലേക്കുള്ളൊരു വസീലയാണ് എന്ന് ഇമാം ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി. നഊദു ബില്ലാഹ്. അതുകൊണ്ട് പ്രിയമുള്ളവർ, അവനവന്റെ ഇണകളിലും അവനവന്റെ മക്കളിലും കാണുന്ന ഇസ്ലാമിക വിരുദ്ധത, ഹറാമായ കാര്യങ്ങൾ, ആദർശ വിരുദ്ധത, അത് നമ്മൾ കൃത്യമായി, കണിശമായി, പ്രമാണബദ്ധമായി, നസ്വിഹത്തോടുകൂടി അവനവന്റെ കൂടെ സ്വർഗത്തിൽ ഉണ്ടാവേണ്ടവരാണ് അവർ എന്ന നിലക്ക് തന്നെ നമ്മൾ ഉപദേശിച്ചു കൊടുക്കണം. അതുകൊണ്ട് വൃത്തികേടുകൾ ഒഴിവാക്കി പൂർണ്ണമായ ഹലാലിൽ, ഇബാദത്തിൽ അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം കാംക്ഷിച്ച് ഒരുമിച്ച് സ്വർഗത്തിലേക്കുള്ള ഒരു യാത്രയാക്കി നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റണം. റഹ്മാനായ റബ്ബുൽ ആലമീൻ നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദ്.